നമസ്കാരം. ഞാനിന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബ്ലൗസ് കട്ട് ചെയ്തപ്പോൾ കാണാൻ പറ്റുന്നില്ല എന്നൊരു മെസ്സേജ് ഒരു കമൻറ്റ് കണ്ടായിരുന്നു. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ സ്റ്റാൻഡ് മറിഞ്ഞു പോയത് ഞാൻ അറിയുന്നത്. പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് പിന്നെ നമുക്കതൊന്നേന്ന് കട്ട് ചെയ്യാനും പറ്റത്തില്ല. കാരണം ആ ബ്ലൗസ് പീസിലാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അങ്ങനെ തന്നെ ഇട്ടത്. സോറി കേട്ടോ. ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. കാരണം എനിക്ക് ഷോപ്പിലേക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ എന്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഞാനത് തയ്ക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതല്ല ശരിക്കും കേട്ടോ. ഞാൻ ഓൾറെഡി എൻ്റെ ജോലി ചെയ്യുമ്പോൾ അതിലുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇടുന്നത്. കാരണം ഇത് കസ്റ്റമേഴ്സിൻ്റെ സാധനം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത്. കസ്റ്റമേഴ്സിൻ്റെ തുണി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ആ സാധനം എപ്പോഴെങ്കിലും വെട്ടുമ്പോഴത്തേക്ക്, അതായത് ബ്ലൗസ് ആയാലും പാവാടയായാലും ഫ്രോക്കായാലും ചുരിദാറായിരുന്നാലും പാൻറ്റായിരുന്നാലും എപ്പോൾ വെട്ടുമ്പോഴും വേണമെങ്കിൽ സമയം കിട്ടുമ്പോൾ. പക്ഷേ ഷോപ്പിലിരുന്ന് അങ്ങനെ എപ്പോഴും വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല, കസ്റ്റമർ വരുന്നതുകൊണ്ട്. അപ്പോൾ അത് കൂടുതലും ഞാൻ വീഡിയോ പിടിക്കുന്നത് രാത്രി വീട്ടിലാണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ രാത്രിയിൽ ഇവിടെ കൊണ്ടിട്ട് കട്ട് ചെയ്ത് തയ്ക്കാറുണ്ട്. ഇതെൻ്റെ ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഇതെൻ്റെ ഡൈനിങ് ഹാളാണ്. പക്ഷേ ഇവിടെ ഡൈനിങ് ഹാളിലിരുന്ന് ഉണ്ണാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് മക്കളൊക്കെ പുറത്ത് പലയിടത്തുമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ രാത്രിയില്ല നൈറ്റിൻ്റെ വർക്ക് കട്ടിങ് ടേബിളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ആയിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊരു ക്രോസ് കട്ട് ബ്ലൗസാണ്. പക്ഷേ ഇതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് മാറ്റിയിട്ട് വേണം തയ്ക്കാൻ. കണ്ടോ, ഇതിൻ്റെ കട്ടിങ് കണ്ടോ, നേരെയാണ് ഇരിക്കുന്നത്, വളവൊന്നുമില്ല അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 3 ഡാട്ട് എടുത്തിട്ടുണ്ട്. സാധാരണ ക്രോസ് കട്ടിന് 3 ഡാട്ട് മതി. അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് കണ്ടോ. ഇതിന് ഒരു വളവൊന്നുമില്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ള ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ക്രോസ് കട്ടും ഇതിൻ്റെ ഈ കൈക്കുഴിയൊന്നും ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല, അതൊന്ന് മാറ്റി തയ്ക്കണമെന്ന് പറഞ്ഞു. ഒരു അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളൊരു കൊച്ചിനാണ് കേട്ടോ. എന്നാൽ പ്രായമൊന്നുമില്ല, ചെറിയൊരു പെൺകുട്ടിയാണ്. പക്ഷേ ഒത്തിരി അത്യാവശ്യം വണ്ണമുള്ളൊരു കുട്ടിയുടെ ബ്ലൗസാണിത് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ അളവൊന്ന് പിടിക്കാം. ഇത് ക്രോസ് കട്ടാണ്, ഇത് ലൈനിങ് ആണ്, ഇത് സാരി ബ്ലൗസ്. ഇതാണ് നമുക്ക് തയ്ക്കാനുള്ളത്. സാരി ബ്ലൗസിന് ക്രോസ് കട്ട് കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. നമുക്ക് നോക്കാം, ഇതിന് കിട്ടുവാണെങ്കിൽ മാത്രമേ തയ്ക്കാൻ പറ്റുള്ളൂ. സാരി ബ്ലൗസ് ക്രോസ് കട്ട്, അത് 2 സൈഡ് ബോർഡർ ഉണ്ടെങ്കിൽ ക്രോസ് കട്ട് കിട്ടാൻ പാടായിരിക്കും. ക്രോസ് കട്ട് കിട്ടിയില്ല എങ്കിൽ, കിട്ടില്ല എങ്കിൽ നമുക്കിത് അല്ലാത്ത ബ്ലൗസായിട്ട് തയ്ക്കാം. ഇത് അല്ലാത്ത ബ്ലൗസായിട്ട് തയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നോക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ അളവൊന്ന് പിടിക്കാം. ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ ബാക്ക് 15 ഇഞ്ചും ഫ്രണ്ട് ടോട്ടല് 16 ഇഞ്ചും ഉണ്ട്. ഫ്രണ്ട് 16 ഇഞ്ചും ബാക്ക് 15 ഇഞ്ചും ഉണ്ട്. അതിൽ ഈ കട്ടിങ് പോയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് കണ്ടോ. 14 ഇഞ്ച്. അപ്പോൾ 2 ഇഞ്ച് കട്ടിങ് ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്നാണ് കട്ടിങ് എടുക്കുന്നത് കേട്ടോ. കട്ടിങ്ങിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഈ ഡാട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് കട്ടിങ് എടുക്കുന്നത് കണ്ടോ. 2 ഇഞ്ച് ചില്ലറേ ഉള്ളൂ. അപ്പം നമുക്കിതിൻ്റെ കൈക്കുഴി എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. 7 ഇഞ്ച് കൈക്കുഴി, 7.5 ഇഞ്ച് കൈക്കുഴി ഉണ്ട്. പിന്നെ കൈവണ്ണമുണ്ട്. കൈവണ്ണത്തിന് ഒരു 16 ഇഞ്ച് കൈവണ്ണമുണ്ട്. ഇതിൻ്റെ എൻഡ് കൈവണ്ണം ഒരു 14 ഉണ്ട്. പിന്നെ കൈക്കുഴി കഴുത്തിൻ്റെ അളവ് നമുക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ബാക്ക് കഴുത്ത് വെട്ടുമ്പോൾ നമ്മൾ നീളം എത്ര ഇഞ്ചുണ്ടോ ആ നീളം കറക്റ്റായിട്ട്, എളുപ്പമാണിത് കേട്ടോ. നീളം കറക്റ്റായിട്ട് പിടിക്കുക. 15 ഇഞ്ച്. അതിൽ എത്ര ഇഞ്ച് നമ്മൾ ബാക്കിൽ ഈ ബോഡി പാർട്ട് അടിച്ചിട്ടുണ്ടെന്ന് നോക്കണം. 6 ഇഞ്ച്. അപ്പോൾ 6 ഇഞ്ച് പോയിട്ട് ബാക്കിയുള്ളത് കഴുത്താണ് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് കഴുത്താണ്. അങ്ങനെ വെട്ടിയാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 15 ഇഞ്ചുണ്ട്. ഇതിൽ നമ്മൾ ബാക്കിലെ കഴുത്ത് പിടിക്കുമ്പോൾ ബാക്കിലെ കഴുത്ത് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാൻ 15 ഇഞ്ച് നമുക്ക് നീളമുണ്ട്. അതിൻ്റെ ഈ ബോഡി പാർട്ട് വരുന്നത് 6 ഇഞ്ചുണ്ട്. അതിൻ്റെ ബാക്കി കഴുത്താണ് കേട്ടോ. അപ്പം 6 ഇഞ്ച് പോയിട്ട് ബാക്കി എത്ര വരും? 9 ഇഞ്ച് അല്ലേ. 9 ഇപ്പോൾ 9.5 കിടപ്പുണ്ട്. 9.5 എന്ന് പറയുമ്പോൾ തയ്യൽ തുമ്പൂടെ ചേർന്ന് 9.5 ഇഞ്ച് വരും. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. ഇത് ലൈനിങ് ആണ് കേട്ടോ. സത്യത്തിൽ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യാനുള്ളത്. പക്ഷേ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് ലൈനിങ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പം നഷ്ടം വരുവാണെങ്കിൽ ലൈനിങ് അങ്ങ് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ലൈനിങ് ആദ്യം കട്ട് ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ ലൈനിങ് ആദ്യം കട്ട് ചെയ്യണം എന്ന് നിയമമൊന്നുമില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഒരു തെറ്റും വരത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസ് ആയിരുന്നാലും ആദ്യം എടുത്ത് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈനിങ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസാണ്. അപ്പോൾ ഇതിൽ തുണി ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം ലൈനിങ് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അപ്പം നമ്മൾ ആദ്യം വെട്ടേണ്ടത് കൈയാണ്. കൈ ഇതാ കണ്ടല്ല, ഇത് 2 മടക്ക് വെച്ചിട്ട്
നാളെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇടുന്നത്. ഇതിൽ ശരിക്കും ബ്ലൗസ് എല്ലാം ഒരേപോലെ തന്നെ ഫ്രണ്ട് കട്ടിങ് മാത്രമാണ് ക്രോസ് കട്ട് വരുന്നത്. അതിന് നിങ്ങൾക്ക് ഞാൻ ഫ്രണ്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്നതും തയ്ക്കുന്ന രീതി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ബാക്കിയെല്ലാം ഇത് സെയിം തന്നെയാണ്, നമ്മൾ ക്രോസ് കട്ട് ആണെങ്കിലും സെയിം തന്നെയാണ്. അപ്പം നമുക്കിവിടെ വേണ്ടത് ഇവിടെ കൈവണ്ണം 14 ഇഞ്ചാണ്. ഇതിന് നമുക്ക് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് ഇട്ടാൽ മതി, കാരണം മടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബോർഡറിൻ്റെ എൻഡിൽ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് അടിക്കുകയാണ് ചെയ്യണം. അപ്പം ആ എൻഡിൻ്റെ അത്രയും 1/2 ഇഞ്ച് മാത്രം നമുക്ക് നീളം കൂട്ടിയിട്ടാൽ മതി. ഇതും അങ്ങനെ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ബോർഡർ ഇങ്ങനെയാണ് അടിക്കുന്നത്. ബോർഡർ ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് അടിക്കുമ്പോൾ കൈത്തേലൊന്നും വേണ്ട, മടക്കുകയും വേണ്ട. അപ്പോൾ ഇതിന് നമുക്ക് 6 ഇഞ്ച് കൈനീളമാണ് ഉള്ളത്. പക്ഷെ അവർക്ക് കുറച്ചുകൂടെ കൈനീളം വെക്കണം, 9 ഇഞ്ച് കൈനീളം വെക്കണം. അതായത് ഇത് കൂട്ടി കൈയാണ്, നമുക്കൊരു 9 ഇഞ്ച് കൈനീളം വെച്ച് കൊടുക്കാം. അപ്പോൾ 9 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ 9.5 ഇവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ 1/2 ഇഞ്ച്, താഴ്ത്തും 1/2 ഇഞ്ച്, അപ്പോൾ 10 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ വണ്ണം നോക്കാം. വണ്ണം എന്ന് പറയുമ്പോൾ ഇതാണ്ടോ, ഇതിൻ്റെ കൈക്കുഴി എടുക്കാൻ എളുപ്പമാണ്. 8.5 ഇഞ്ച് വണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 8.5 ഇഞ്ച്. അപ്പോൾ 1 ഇഞ്ച് കൂടെ കൂട്ടി 9.5 ഇഞ്ച് എടുക്കണം. അപ്പോൾ 8.5 ഇഞ്ച് വണ്ണം നമ്മളിവിടെ കറക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 9 ഇഞ്ച് എടുക്കാം. നിങ്ങൾക്ക് 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എപ്പോഴും കുറയരുത്, കൂട്ടിയിട്ടോണം. 9.5 ഇഞ്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇവിടുത്തെ വണ്ണം. അപ്പം നമുക്ക് ഈ കൈക്കുഴി വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കൈക്കുഴി വെട്ടാൻ നേരത്ത് നമുക്കറിയാം, ഇത് കൈക്കുഴി വെട്ടുമ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു വരയിട്ടിട്ട് 5 ഇഞ്ച് ഇവിടെ ഒരു വരയിടണം. അതേ 5 ഇഞ്ച് ഇവിടെയും ഒരു വരയിടണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൈ നീളം എത്രയാണോ ആ നീളത്തിൽ നിന്ന് നേരെ പിടിച്ച് ഈ 5 ഇഞ്ചിൽ കൊണ്ട് വളച്ച് വെക്കണം. അപ്പം കണക്കാവും. എന്നിട്ട് നമ്മളിവിടെ 9.5 ഇഞ്ച്, അപ്പം നമുക്കറിയാമല്ലോ 8.5 ഇഞ്ചാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നൊരു വര കൊടുക്കുന്നു. ഇവിടെ നമുക്ക് 14 ഇഞ്ചാണ് വേണ്ടത്. അപ്പം 15 ഇഞ്ച് 14 ഇഞ്ച് 7ആണ്, 8 എടുക്കണം. അപ്പോൾ 16 ഇഞ്ച് വരും, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ലൈനിങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കൈവെട്ടിയെടുക്കാം. ഇതാണ് കൈ നമ്മൾ ഫുള്ളായിട്ട് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു വെട്ട് കൊടുക്കുക, മിഡിലൊരു വെട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ചെയ്യണമെന്ന് അറിയാമോ, ഒരു 4 ഇഞ്ച്, അതായത് 4 ഇഞ്ച് ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് നമ്മളിവിടെ വര കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് വളച്ചെടുക്കുക. 1/2 ഇഞ്ച് 3/4 ഇഞ്ച് നമുക്കിങ്ങനെ വളച്ച് വെട്ടിക്കൊടുക്കണം. ഫ്രണ്ട് മാത്രം കുഴിച്ചു വെട്ടാനാണ്. നമ്മളിതാ ഇവിടെ നിന്ന് 4 ഇഞ്ച് എടുത്തിട്ട് കാണിച്ചു തരാം. ഇവിടെ നിന്ന് കണ്ടോ, 4 ഇഞ്ച് നമ്മൾ 4.5 ഇഞ്ച് എടുത്തിട്ട് അതിനുശേഷം നമ്മൾ വളച്ചെടുക്കുക. ആ വളവിലൂടെ നമ്മൾ വെട്ടുക. ഇത് ഫ്രണ്ടാണ് കേട്ടോ, ഇത് ഫ്രണ്ടാണ് നമ്മളിങ്ങനെ കുഴിച്ചു വിടുന്നത്. കാരണം ഈ കൈക്കുഴി ഇങ്ങനെ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഴിച്ചു വിടണം കേട്ടോ. ഇങ്ങനെ നമ്മൾ വെട്ടിയെടുക്കണം, കൈക്കുഴി ഇങ്ങനെ വെട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഫ്രണ്ടിലാണ് വരേണ്ടത്. അതായത് ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഈ കൈക്കുഴി വരേണ്ടത്. ബാക്ക് സാധാരണ റൗണ്ട് മതി. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിലാണ്, ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്, ബാക്കി 9 ഇഞ്ച് കൈനീളമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവിന് വെച്ചിട്ട് ഈ കൈ കൂടെ വെട്ടിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാ പീസും ലൈനിങ്ങിൽ വെട്ടിയിട്ട് വേണമെങ്കിലും വെട്ടാം, ഈ ലൈനിങ് മാത്രം അല്ലാതെയും വെട്ടാം കേട്ടോ. നമുക്കിവിടെ ഈ പീസ് വെട്ടിയെടുക്കാം. കൈക്ക് എന്തായാലും വെട്ടിയെടുക്കണം, ബോർഡറുള്ള ഭാഗമാണ് കൈക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കൈക്ക് തികഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ബിറ്റിടാൻ കണക്കിന് ഒരു പീസ് കൂടെ വേണം. ഇത് ഇത്രയും വണ്ണം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. എന്നാലും നമുക്ക് നോക്കാം. കിട്ടുവാണെങ്കിൽ ഓക്കെ, കിട്ടിയില്ലെങ്കിൽ ചെറിയൊരു ബിറ്റ് കൊടുക്കണം. ബിറ്റ് കൊടുക്കണമെങ്കിൽ കണ്ട, ഈ ബ്ലൗസിനൊക്കെ ഒരു കുഴപ്പമുള്ളത് ഇങ്ങനെ തരുവുള്ളവർ കണ്ട, കോണിച്ചിട്ട് നേരായി വെട്ടി തരത്തില്ല, കോണായിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ. അപ്പം നമുക്ക് 80 സെൻറ്റിമീറ്ററൊക്കെ കിട്ടിയാലും അത് നമുക്ക് അളന്ന് വരുമ്പം ഒരു സൈഡ് 70 സെൻറ്റിമീറ്ററൊക്കെ കിട്ടുള്ളൂ. അത് ഇങ്ങനെ കോണായിട്ടൊക്കെ പോകും. അപ്പം നിങ്ങൾ തുണി വളരെ കഷ്ടിച്ചാണ് കിട്ടുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വെട്ടാനും കൂടെ പഠിച്ചിരിക്കണം. കണ്ട, ഇതിപ്പോൾ നമുക്ക് പീസ് തുണ്ടിട്ടാലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ കണ്ടോ, ഇവിടെ സ്ട്രെയിറ്റ്, ഒരു സൈഡ് സ്ട്രെയിറ്റ് ആണ്, ഒരു സൈഡ് കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത്രയും ഇല്ല. അപ്പം നമ്മൾ ഒരു സൈഡ് എന്തായാലും നമുക്കൊരു തുണ്ട് വേണ്ടി വരും. അപ്പം നമുക്കത് നോക്കാം. തുണ്ടൊക്കെ ഇടാൻ വലിയ പാടൊന്നുമില്ല, നമുക്കൊരു തുണ്ടൊക്കെ കയറ്റി കൊടുക്കാം, അതൊന്നും വിഷയമല്ല.
അപ്പം നമ്മളിവിടെ ഒരു മുട്ടുപിന്ന് വെച്ചു, നടുക്ക് പിടിച്ചിട്ട് ഒരു മുട്ടുപിന്ന് വെച്ചു. ഈ മുട്ടുപിന്നൊക്കെ ഇപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കുത്തുമ്പോഴത്തേക്ക് എൻ്റെ ടിപ്പെല്ലാം പോകും. ഇത് കണ്ടോ, നമുക്കിതിൻ്റെ എൻ്റെ ഭാഗം മാത്രമാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് 4 ബിറ്റ് കൊടുക്കേണ്ടി വരും. കണ്ടോ, 4 ബിറ്റ് കൊടുക്കണം. അപ്പം നമ്മളെ ഈ കൈക്കുഴിയുടെ അകത്ത് പൊക്കോളും, കാണാൻ പറ്റത്തില്ല. ഇത്രയും വണ്ണമുള്ളവർക്ക് അല്ലാതെ വേറെ വഴിയില്ല. അപ്പം നമുക്ക് 4 ബിറ്റ് കൊടുക്കണം. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മളിത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമുക്കിവിടെ താഴത്തേക്ക് വേണ്ട, അതായത് ഈ ബോർഡർ ഭാഗത്തേക്ക് നമുക്ക് ബിറ്റ് വേണ്ട. കറക്റ്റിന് നമുക്ക് കിട്ടും. കാരണം 14 ഇഞ്ച് വണ്ണമേ ഉള്ളൂ. അത് 14 ഇഞ്ച് അരക്കൈക്കാണ്. അപ്പം താഴോട്ട് വരുന്തോറും 1 ഇഞ്ച് കൂടെ കുറഞ്ഞിരിക്കും. അപ്പോൾ 13 ഇഞ്ച് വണ്ണം മതി. അപ്പോൾ ഇവിടെ നിൽക്കും. അപ്പം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഈ മുകളിൽ വരുന്ന ഭാഗത്ത് മാത്രം നമ്മൾ ബിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പം 4 ബിറ്റും ഒരുപോലെ നമ്മൾ കട്ട് ചെയ്യണം. കണ്ടോ, 4 ബിറ്റും ഒരുപോലെ കട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് കട്ട്, ഈ ബിറ്റിൽ നമുക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ. കാരണം ഇതിൻ്റെ ബാക്കി എവിടെയെങ്കിലുമൊക്കെ ബാലൻസ് വെട്ടി വരുമ്പോൾ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ബ്ലൗസ് വെട്ടുമ്പോൾ കിട്ടുന്നത്. കാരണം നമുക്ക് ഇത് കിട്ടത്തില്ല. അങ്ങനെയാണ് ഈ വിത്ത് ബ്ലൗസ് കൊടുക്കുന്നത്. ഇത്രയും വണ്ണമുള്ളവർക്കൊന്നും കിട്ടത്തില്ല. അപ്പം നമുക്കിതിൻ്റെ ബാക്ക് പീസ് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് വെട്ടാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തികഞ്ഞില്ലെങ്കിൽ ക്രോസ് പീസ് വേണ്ട, സ്ട്രെയിറ്റ് പീസ് മതി. ഓക്കെ, തികയുവാണെങ്കിൽ നമുക്ക് ക്രോസ് പീസ് എടുക്കാം. അപ്പം നമുക്കിതിൻ്റെ ബാക്ക് പീസ് വെട്ടിയെടുക്കാം. ബാക്ക് പീസ് എന്ന് പറയുമ്പോൾ ഇതാണ് കണക്ക്, ഈ അളവാണ്. നമുക്കിവിടെ 20 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ബാക്ക് പീസ്. 20 ഇഞ്ചാണെങ്കിൽ നമുക്ക് 22 ഇഞ്ചിട്ട് വെട്ടണം. അപ്പോൾ 11 ഇഞ്ചിട്ട് നമുക്ക് വെട്ടാം. 11 ഇഞ്ചിട്ട് നമുക്ക് വെട്ടാം. 11 ഇഞ്ച്. അപ്പോൾ ഇവിടെ 11. എന്നിട്ട് അതിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ ബാക്കിലെ ഇറക്കം 15 ഇഞ്ചാണ്. അപ്പോൾ ഒരു 16 ഇട്ട് വെട്ടണം. മുകളിൽ 1/2 ഇഞ്ച്, താഴെ 1/2 ഇഞ്ച്, 16 ഇഞ്ചിട്ട് വെട്ടണം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുമ്പോൾ 15 ഇഞ്ച്, 14 ഇഞ്ച് മതി കേട്ടോ. 14 ഇഞ്ചാണ് കാരണം നമ്മൾ കഴുത്ത് വെട്ടി ഇറക്കുന്നത് കൊണ്ട് ഷോൾഡർ കുറച്ച് മതി. അപ്പോൾ 14 ഇഞ്ച് ഷോൾഡറിൽ നമ്മൾ അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കഴുത്ത് അടയാളപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഇറക്കം എത്രയുണ്ടോ, ഇതിൻ്റെ ഇറക്കം എത്ര 15 ഇഞ്ചുണ്ട്, അത് പോയിട്ട് നമ്മൾ ഈ ഭാഗം, ഇതിൻ്റെ ബോഡി ഭാഗം 6 ഇഞ്ചുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി കഴുത്താണ്. അതായത് 6 ഇഞ്ച്, ഇവിടെ 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. 6 എന്ന് പറയുമ്പോൾ 1/2 ഇഞ്ച് താഴെ തയ്യൽത്തുമ്പ്, മുകളിൽ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ്. അപ്പം 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ടൊരു 3 ഇഞ്ച് നമ്മളിവിടെ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് നമുക്ക് സ്ക്വയറായിട്ട് എടുത്തിട്ട് റൗണ്ട് ചെയ്യാനാണ് 3 ഇഞ്ച്. അപ്പോൾ ഇവിടെയും നമ്മളൊരു 3 ഇഞ്ച് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയത് 9.5 ഇഞ്ചാണ് നമുക്ക് കഴുത്ത് കിട്ടിയിട്ടുള്ളത്. 1/2 ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പ്, ഇവിടെ 9 ഇഞ്ച് നമുക്ക് കഴുത്ത് നീളം. എന്നിട്ട് അതിന് നമ്മൾ സ്ക്വയറായിട്ട് വരയ്ക്കുന്നു. സ്ക്വയറായിട്ട് വരച്ചിട്ട് അറിയാമല്ലോ, ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമുക്ക് നല്ല റൗണ്ട് നെക്ക് കിട്ടും. ഇപ്പം നമുക്ക് റൗണ്ട് എന്ന് പറഞ്ഞാൽ ബാക്ക് കഴുത്തൊക്കെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് തയ്ക്കുമ്പോൾ നമ്മൾ റൗണ്ട് അല്ല എടുക്കാറ്, ഈ സ്ക്വയർ പോലെ വന്നിട്ട് ഇങ്ങനെ വളച്ചെടുക്കുക. അപ്പം നല്ല ഭംഗിയാണ്. അതായത് വൈഡ് നെക്കായിട്ട് വരും. നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് വെട്ടിയാലോ, വൈഡ് നെക്കായിട്ട്. അതായത് ആ സ്ക്വയർ പോലെ തന്നെ വരും കേട്ടോ. റൗണ്ട് ആണെന്ന് പേരേ ഉള്ളൂ, പക്ഷെ നല്ല വൈഡ് നെക്കായിട്ട് വരും. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം നമുക്കിവിടെ ഒരു 3 ഇഞ്ച് ഷോൾഡർ കൊടുക്കാം. 3 ഇഞ്ച് ഷോൾഡർ നമ്മൾ തച്ച് വരുമ്പോൾ 2.5 ഇഞ്ച് 2.25 ഇഞ്ചൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കിവിടെ കൈക്കുഴി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കി 7.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്ക്വയർ വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു. കണ്ടല്ലോ, ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് കട്ടിയെടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഈ കഴുത്ത് വിടുന്ന കണ്ടല്ലോ, റൗണ്ട് നല്ല നമുക്കിങ്ങനെ ഈ 7.5 ഇഞ്ചിൽ നമുക്ക് വെട്ടി കൊടുക്കാം. ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് കണ്ടല്ലോ. ഇതാണ് നമുക്കിങ്ങനെ ഇത് തയ്ച്ചെടുക്കുമ്പോൾ 1/2 ഇഞ്ച് കൂടെ കയറി വരുമ്പോൾ നമുക്ക് നല്ല കഴുത്തായിട്ട് ബാക്ക് കിട്ടും. തയ്ച്ച് വരുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വൈഡും നല്ലൊരു കഴുത്തായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ബാക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് വെട്ടിയെടുക്കാം. അതായത് ബ്ലൗസിൻ്റെ ബാക്ക് വെട്ടിയെടുക്കാം. ബാക്കിൽ ബോർഡർ വരും കേട്ടോ. അപ്പം നമുക്ക് ബാക്കിൽ ബോർഡർ വെച്ച് തയ്ക്കാം. ബോർഡർ വെച്ചിട്ട് നമുക്കിത് ബാക്ക് വെട്ടിയെടുക്കാം. ബാക്ക് നിങ്ങൾ വെട്ടുമ്പോൾ എപ്പോഴും ഒരു മുട്ടുപിന്ന് കരുതിയിരിക്കണം. മുട്ടുപിന്ന് വെച്ചിട്ട് വേണം വെട്ടാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുണികളൊക്കെ നമുക്ക് നീങ്ങിപ്പോകും. അപ്പം നിങ്ങളെപ്പോഴും ഈ മുട്ടുപിന്ന് കരുതിയിരിക്കണം. മുട്ടുപിന്ന് വെച്ച് വേണം വെട്ടാൻ.
മുട്ടുപിന്ന് നമ്മൾ ഈ ലൈനിങ്ങിലും ഈ തുണിയിലും കൂടെ പിടിച്ച് വെച്ച് മുട്ടുപിന്ന് വയ്ക്കുക. എത്ര എണ്ണം വയ്ക്കണമെന്ന് അറിയാമോ? ഷോൾഡറിൻ്റെ അവിടെ ഒരെണ്ണം, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആദ്യം ഒരെണ്ണം, പിന്നെ ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരെണ്ണം, ഈ കഴുത്തിൻ്റെ ഈ നടുവത്ത് ഒരെണ്ണം, ഈ കൈക്കുഴിയുടെ അവിടെ ഒരെണ്ണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വയ്ക്കാം. നീങ്ങി പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വേണ്ട, പക്ഷേ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്കറിയാം. പിന്നെ ഇതിൻ്റെ മിഡിലിൽ ഒരെണ്ണം വയ്ക്കണം. ഇതിൻ്റെ മിഡിലിൽ ഒരെണ്ണം വെച്ചു. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. എന്ത് എളുപ്പമാണ്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കണ്ട. അത് തിരിച്ചായിരുന്നാലും അളവെടുക്കണ്ട. കാരണം നമ്മൾ തുണിയിലാണ് വെട്ടിയിട്ട് പിന്നെ ലൈനിങ് എടുക്കണമെങ്കിൽ ലൈനിങ്ങിന് അളവെടുക്കണ്ട. ഏതാണോ തുണി ആദ്യം വെട്ടുന്നത് അതിന് അളവെടുത്താൽ മതി, പിന്നീട് അളവെടുക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് ഒരേ അളവിന് ഒരു 3-4 ബ്ലൗസ് വെട്ടാനുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ബ്ലൗസ് ഒരുമിച്ച് വെച്ചിട്ട് മടക്കി വെച്ച് ഇതുപോലെ പിന്നു കൊടുത്തിട്ട് വെട്ടാം കേട്ടോ. അപ്പം നമ്മളിതാ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇത് നമുക്ക് ബാക്ക് പീസാണ്. ഇതിന് ഡാട്ട് വേണം, അവർക്ക് 2 ഡാട്ട് വേണം. അപ്പം നമ്മൾ ഡാട്ട് എടുക്കുന്ന അറിയാലോ. ഈ ഷോളറിൻ്റെ മിഡിലിൽ നിന്ന് പിടിക്കുക. ഈ മിഡിലിൽ നിന്ന് പിടിച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ ഇവിടെ ഈ പട്ടയിൽ ഈ ബോർഡറിൽ കുത്താതെ നമ്മളിത് ഇവിടെ മാത്രം, അതായത് ഇവിടെ മാത്രം 2 കൊത്ത് കൊടുക്കുക. അപ്പം നമുക്ക് 2 ഡാട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ കൈ പീസുമായി ബാക്ക് പീസുമായി. പക്ഷേ കയ്യിൽ ഇനി ബിറ്റ് വയ്ക്കാനുള്ള പോർഷൻ ഉണ്ട്. അത് നമുക്ക് പിന്നീട് ലാസ്റ്റിൽ ബാലൻസ് വരുന്ന തുണിയിൽ തയ്ക്കാം. കണ്ടോ, ഇതൊക്കെ നമ്മൾ വളരെ കെയർ ചെയ്ത് തയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്കിതിൻ്റെ ക്രോസ് പീസ് വെട്ടിയെടുക്കാം. ക്രോസ് പീസ് നമുക്കിങ്ങനെ വെട്ടുമ്പം എനിക്ക് ഇപ്പോഴും സുഖമില്ലാട്ടോ. എനിക്ക് 1 മാസമായി വയ്യാണ്ടായിട്ട്. എന്താണെന്നറിയില്ല, ഭയങ്കര ഈ പൊടി അടിച്ചിട്ട് അലർജി ആയിരിക്കും. ചുമയുണ്ട്, ശ്വാസം മുട്ടുണ്ട്, പനിയുണ്ട്, എല്ലാം ഉണ്ട്. പനി മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും കുറഞ്ഞിട്ടില്ല. ഭയങ്കര ക്ഷീണമാണ്. അപ്പം എനിക്ക് എമർജൻസി ആയിട്ട് തയ്ക്കാനുള്ളത് കൊണ്ടാണ് ഞാനിത്. കണ്ട, ക്രോസ് പീസ് വെട്ടുമ്പോൾ നമുക്ക് എളുപ്പത്തിനാണ്. ഇത് കണ്ട, ഇത് സ്ക്വയർ പീസാണ്. ഇതിൻ്റെ സ്ക്വയർ വരുന്ന ഭാഗം നമ്മൾ ആദ്യം ലൈനിങ് പിടിച്ചിട്ട് ഇതുപോലെ മുക്കോട് മുക്ക് കോണ് പിടിക്കുക. എളുപ്പമാണ് ഇത്. നമുക്ക് ക്രോസ് കട്ട് വെട്ടാൻ മുക്കോട് മുക്ക് കോണ് പിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ 14 എടുത്തിട്ടുള്ള, അപ്പോൾ 14 ഇഞ്ചിൽ നമ്മളിവിടെ ഒരു വര കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് നമ്മളിവിടെ നിന്ന് ഇതാണ്ടോ, ഇതിൻ്റെ ഇവിടെ നിന്ന് ഈ പട്ട പോയിട്ട് ബാക്കിയുള്ള ഭാഗം നെടുക്കണ്ട കേട്ടോ. കാരണം ഇതും നെടുക്കണ്ട, ഇതും നെടുക്കണ്ട. അപ്പം ഇതിലുള്ളത് അതുപോലെ തന്നെ അതിലുണ്ടായിക്കോളും. ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നെടുക്കുമ്പോൾ ഞാൻ നെടിവ് വരും. കാരണം ക്രോസ് കട്ട് ഫ്ലെക്സിബിളാണ്, അപ്പം നെടിവ് വരും. നമുക്കിത് എടുക്കണ്ട. ഇത് കണ്ടോ, 14 ഇഞ്ച് നമ്മൾ ഇവിടെ ഉണ്ട്. 14-ഉം 2 ഇഞ്ച് പട്ടയാണ് വരുന്നത്. അപ്പം 14 ഇഞ്ചിൽ നമ്മളിവിടെ ഒരു വര കൊടുത്തു. 14 ഇഞ്ചിൽ ഒരു വര കൊടുത്തു, കണ്ടല്ലോ. അപ്പം നമുക്ക് ഇനി അടുത്ത് വേണ്ടത് ഈ ചെസ്റ്റ് വണ്ണം എടുക്കുക. ചെസ്റ്റ് വണ്ണം നമ്മൾ നേരത്തെ എടുത്തായിരുന്നു, അത് പോയിട്ട് 11 ഇഞ്ച്. അപ്പോൾ 11-ഉം 1-ഉം 12 ഇഞ്ചിട്ട് വെട്ടണം. അപ്പോൾ ഇവിടെ 12 ഇഞ്ച്. അപ്പോൾ ഈ 12 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര കൊടുക്കുന്നു. അപ്പം നമുക്ക് ഈ തുണി ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, കണ്ടോ. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, കാണാവോ? ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് തുണിയില്ല, പക്ഷെ അവിടെ വേണ്ട, നമുക്ക് കൈക്കുഴി വെട്ടി പോകുന്നുണ്ട് അവിടെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരല്പം ചരിച്ച് കൊടുക്കുക. 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്കിങ്ങനെ ചരിവ്. അതെല്ലാ തുണിക്കും ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആര് പറഞ്ഞില്ലെങ്കിലും ഒരല്പം ചരിച്ച് 1/2 ഇഞ്ച് ചരിച്ച് തന്നെ വെട്ടണം. കാരണം നമുക്ക് ഷോൾഡർ ഇങ്ങനെയല്ല, ഇങ്ങനെ ചരിവാണ്. അപ്പോൾ 1/2 ഇഞ്ച് ചരിച്ച് വിട്ട് കൊടുക്കണം. അത് ഞാൻ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ വെട്ടുമ്പോൾ അത് വെട്ടും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം, എല്ലാ തുണിക്കും അങ്ങനെ വെട്ടണം. അപ്പോൾ ഇവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 7 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്യണം. നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. 7 ഇഞ്ച് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് വരയ്ക്കുക. അപ്പം നമുക്കുണ്ടോ ആ കോണുള്ള ഭാഗം നമുക്ക് തുണിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെട്ടി. അപ്പം നമുക്ക് ഇതിൻ്റെ കഴുത്തെന്ന് പറയുമ്പോൾ ഫ്രണ്ട് കഴുത്ത് എത്ര ഇഞ്ച് വരണം നോക്കാം. ഫ്രണ്ട് കഴുത്ത് ഇത് അവർക്ക് കറക്റ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കഴുത്ത് പോലെ ഇരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് റൗണ്ടാണ് വേണ്ടത്. അപ്പം നമുക്കിതിൻ്റെ ഇറക്കം ഇതിപ്പം 8 ഇഞ്ച് കിടക്കുകയാണ്. അത് പോലെ വന്നതുകൊണ്ടാണ് 8 ഇഞ്ച്. നമുക്കൊരു 7 ഇഞ്ച് കൊടുത്തിട്ട് റൗണ്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 7 ഇഞ്ച് കൊടുക്കുക, എന്നിട്ട് റൗണ്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇഞ്ച്, പിന്നെ ഇവിടെ 3 ഇഞ്ച്, എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നു. അതുപോലെ തന്നെ റൗണ്ടായിട്ട് തന്നെ എടുക്കുന്നു. അതായത് ഈ മുക്ക് മാത്രം ശകലം ഒന്ന് വളച്ചു കൊടുത്താൽ മതി, റൗണ്ടായിട്ട് വരാം. അപ്പം നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. അതുപോലെ നിങ്ങൾ ക്രോസ് കട്ട് വെട്ടുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 3 ഇഞ്ച് എടുത്തു, ഇവിടെ നിന്ന് 3 ഇഞ്ച് എടുക്കല്ല, ഇവിടെ 2.5 ഇഞ്ച് മതി. അതായത് ഞാൻ കഴുത്ത് ഒതുങ്ങി വരാനായിട്ട് ഈ മുകൾ ഭാഗം 2.5 ഇഞ്ച് മതി. ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 2.5 ഇഞ്ചേ വെട്ടിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ ചരിച്ച് ഇവിടെ ഷോൾഡർ 3 ഇഞ്ച്,
ഇവിടെ നമ്മൾ വളച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. അതായത് ഈ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ വരച്ചിങ്ങനെ വളച്ച് കണ്ടത്. അപ്പോൾ ആ തുണി ഇല്ലാത്ത ഭാഗം അവിടെ കുറച്ച് ദൂരം മെറ്റീരിയൽ ഇല്ലല്ലോ, അത് നമ്മളങ്ങ് കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട. ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. 12-12.5 ഇഞ്ചിട്ടാണ് ഞാൻ വെട്ടിയിട്ടുള്ളത്. 11 ഇഞ്ച് നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടണം. അപ്പോൾ 12 ഇഞ്ച് ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇവിടുന്ന് നടുക്കൂടെ വെട്ടിയെടുക്കാം. അതായത് ഫ്രണ്ട് പീസാണ്, ഓപ്പണാണ്, ഫ്രണ്ട് ഓപ്പൺ. അപ്പോൾ ഇതിൽ നമ്മളിനി ഡാട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ പകുതി വെച്ച് മാർക്ക് ചെയ്യുന്നു. കാരണം എത്ര വണ്ണം ഉണ്ടെങ്കിലും അത്രയും വണ്ണത്തിലാണ് നമ്മൾ ആ ഷോൾഡർ എടുക്കുന്നത്. അപ്പോൾ ഏതൊരാളുടെ ഷോൾഡറിൻ്റെ നേരെ എൻ്റെ ഷോൾഡറിൻ്റെ നേരെ അവിടെ തന്നെ ബ്രസ്റ്റ് പോയിന്റ് വരും. അത് എല്ലാവർക്കും അങ്ങനെയാണ്, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഷോൾഡറിൻ്റെ പകുതി തന്നെ ഇതാണ്. ഈ ബ്ലൗസിൽ നോക്കിക്കേ, ഷോൾഡറിൻ്റെ പകുതിയിലാണ് അവർ ഡോട്ട് എടുത്തിങ്ങനെ കണ്ട. അത് എല്ലാ ഡ്രസ്സിലും നിങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ബ്രസ്റ്റ് പോയിന്റ് കിട്ടുന്നത് ഷോൾഡറിൻ്റെ നേരെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എടുക്കാൻ മതി. ആ ഷോൾഡർ എത്രയാണോ വെട്ടുന്നത്, ഷോൾഡർ വെട്ടുന്നതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഷോൾഡർ വെട്ടുന്നതിൻ്റെ നേരെ പകുതിയിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ബ്രസ്റ്റ് പോയിന്റ് ഓക്കെയാണ്. അപ്പം നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ട് നമ്മളിവിടെ ഒരു കൊത്ത് കൊടുത്തു. അടുത്ത് നമ്മളിവിടെ മിഡിലിൽ പിടിച്ചിട്ട് ഒരു കൊത്ത് കൊടുത്തു. പിന്നെ ഇവിടെ കൈക്കുഴിയിലൂടെ ഒരു കൊത്ത്. ഇത്രയും വേണ്ടേ. ഇവിടെ നമുക്ക് ഡാട്ട് വേണ്ട. അപ്പോൾ ഇത് ബാക്ക് പീസിൻ്റെ, ഇത് ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് ഭാഗമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത് ഇവിടെ കണ്ടോ, ഇത് ബാക്ക് പീസാണ്. അപ്പം നമുക്ക് ഈ ബാക്ക് പീസ് വരുമ്പോൾ ഈ ബാക്ക് പീസും ഇത് ഇവിടുത്തെ അളവും കറക്റ്റ് ആയിരിക്കണമെങ്കിൽ നമുക്ക് ബ്ലൗസ് വെച്ച് തയ്ച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ബ്ലൗസ് പീസ് കണ്ടോ, ബാക്ക് പീസ്. ഇപ്പം നമുക്ക് ബാക്ക് പീസ് ഇവിടെ നിന്ന് 1 ഇഞ്ച് കുറവാണ്, കണ്ടല്ലോ, അവിടെ 1 ഇഞ്ച് കുറവാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വളച്ച് വെട്ടുമ്പോൾ ഡാട്ട് എടുത്തതിന് ശേഷം, നിങ്ങൾ ഡാട്ട് എടുത്തതിന് ശേഷമാണ് വെട്ടുന്നതെങ്കിലാണ് ഞാൻ ഈ പറയുന്നത്. അത് നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഇതാ ഇങ്ങനെ ഡാട്ട് പോകും അല്ലേ. ഇങ്ങനെ ഡാട്ട് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ കറക്റ്റ് അളവിന്, അതായത് ഈ സൈഡിൻ്റെ കറക്റ്റ് അളവിന് ഇത് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ കട്ടിങ് ആദ്യം തയ്ച്ചെടുക്കുക. കട്ടിങ് തയ്ച്ചെടുത്തിട്ട് നമ്മൾ, അല്ലെങ്കിൽ കട്ടിങ് വെട്ടിയെടുക്കുക. എന്നിട്ട് അരയിഞ്ച് വിട്ടിട്ട് നമ്മൾ അതിൻ്റെ കണക്കിന് കട്ടിങ് ഇതാ ഇവിടം വരെ കൊണ്ട് വെട്ടി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഇങ്ങനെ വരുമ്പോൾ ആ കട്ടിങ് വെക്കുമ്പോൾ ഇതിൻ്റെ അളവ് രണ്ടിൻ്റെയും കറക്റ്റ് ആവും. അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡ് ഇങ്ങനെ അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം നമുക്കിനി ഈ പീസ് കൂടെ നമുക്കിതിൽ കിട്ടുമോ എന്ന് നോക്കാം അല്ലേ. കിട്ടണമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിന് നമ്മൾ അതുപോലെ മുക്ക് പിടിച്ച് വെട്ടാൻ നമുക്ക് കിട്ടത്തില്ല. സാരി ബ്ലൗസാണ്, പക്ഷേ മുക്ക് പിടിച്ച് വെട്ടിയാലേ കോണായിട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിത് മുക്ക് പിടിച്ച് വെട്ടാൻ കിട്ടുമോ എന്ന് നോക്കാം. കിട്ടാൻ നോക്കി പറ്റിയില്ലെങ്കിൽ നമുക്കല്ലാതെ തന്നെ വെട്ടാം. ചിലപ്പോൾ കിട്ടും, ചിലപ്പം കിട്ടത്തില്ല. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല അല്ലേ. അപ്പം അങ്ങനെയാണ് നമുക്ക്. അപ്പോൾ ഇത് കണ്ടോ, കൃത്യമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. മുക്ക് പിടിച്ച് വെട്ടുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. അപ്പം നമുക്ക് രക്ഷപ്പെടാം. അതായത് ക്രോസ് കട്ടിന് തികയും. അതുകൊണ്ടാണ് ലൈനിങ് ആദ്യം വെട്ടണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾക്ക് നിശ്ചയമില്ലാത്തവർക്കും അത് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ലൈനിങ് ആദ്യം വെട്ടിയിട്ട് ആ ലൈനിങ് വെച്ച് നിങ്ങൾ ഈ മുട്ടുപിന്ന് കരുതി വെച്ചോണം കേട്ടോ. മുട്ടുപിന്നുണ്ടെങ്കിലേ നമുക്ക് ഏത് തുണികളും വെട്ടാൻ പറ്റുള്ളൂ. മുട്ടുപിന്ന് നിർബന്ധമായിട്ട് വേണം. സ്കെയിൽ വേണമെങ്കിൽ സ്കെയിൽ കരുതുക, ചോക്ക് കരുതുക, കത്തിരി നമുക്ക് സിസർ കരുതുക. ഇതെല്ലാം നമുക്ക് വേണം കേട്ടോ. ഇതൊക്കെ കണ്ടോ, നമ്മൾ ക്രോസ് കട്ടിന് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാ കണ്ടോ, ഒരു ബിറ്റും വയ്ക്കേണ്ടി വന്നിട്ടില്ല. കട്ട് ചെയ്തെടുത്തിട്ട് അപ്പം നമുക്കിതിൻ്റെ നടുക്ക ഭാഗം കൂടെ കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പം നമ്മൾ ഒരു പീസാണ് ലൈനിങ്ങിൻ്റെ എടുത്തിട്ടുള്ളത്. ഈ പീസും കൂടെ ഇതിനകത്ത് വയ്ക്കാം. ഒരു പീസ് കൂടെ ഉണ്ടല്ലോ, സോറി, ഇതിനകത്ത് 2 പീസും ഉണ്ട് കേട്ടോ. അപ്പോൾ 4 പീസ്, ലൈനിങ് 2 പീസ്, മറ്റേ 2 പീസ്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തു. അപ്പം നമുക്ക് ഇതിൻ്റെ പട്ട വേണം, ഇതിൻ്റെ ബാലൻസ് വേണമല്ലോ. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് വേണം, കട്ടിങ് വേണം അല്ലേ. ബ്ലൗസിൻ്റെ കട്ടിങ് കിട്ടണം. അത് കട്ടിങ്ങിനുണ്ടല്ലോ തുണി. നമുക്ക് കട്ടിങ്ങിനൊക്കെ അകത്തൊക്കെ ലൈനിങ് ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെയുള്ള ബ്ലൗസിന് ആരും ഒന്നും പറയത്തില്ല. കാരണം അവർക്കറിയാം ഈ സാരി ബ്ലൗസൊന്നും ഇത്രയും വണ്ണത്തിന് നമുക്ക് ക്രോസ് കട്ടൊന്നും വെട്ടാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മളൊരു മുട്ടുപിന്ന് കൊടുക്കണം. കാരണം ഈ തുണി ഇങ്ങനെ ചാടിപ്പോണ തുണിയാണ്. അപ്പം നമ്മൾ മുട്ടുപിന്ന് വെച്ചാൽ ചാടിപ്പോകത്തില്ല. അപ്പം നമുക്ക് വേണ്ടത് അറിയാമല്ലോ, ഇവിടെ നടുക്ക് വരുമ്പോൾ 2.5 ഇഞ്ചാണ് വരുന്നത്, 2 ഇഞ്ചാണ് വരുന്നത്. അപ്പം നമ്മളൊരു 3 ഇഞ്ച് വരണം. ഈ സൈഡ് രണ്ടും വളഞ്ഞ് വരണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ ഇറക്കം, ഇവിടുത്തെ വണ്ണം നോക്കണം കേട്ടോ. ഇവിടുത്തെ വണ്ണം എത്ര ഇഞ്ചാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൽ ഒരു 1 ഇഞ്ച് കൂടെ കൂടുതലിട്ട് വരണം. ഇവിടെ നമുക്കിപ്പോൾ 8 ഇഞ്ചാണ് കട്ടിങ്ങിനിടെ വണ്ണം വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടല് ഇത് 10 ഇഞ്ച് കിടക്കൊണ്ടാട്ടോ. അപ്പോൾ ഒരു 10.5 ഇഞ്ച് നമുക്ക് ഈ കട്ടിങ്ങിന് വേണം. 10.5 ഇഞ്ച് കണ്ട കറക്റ്റ് 10.5 ഇഞ്ച് ഉണ്ട്. അപ്പം നമുക്കിത് 2ആയിട്ട് വെട്ടിയെടുക്കാം.
വേണ്ട, കട്ടിങ് എന്ത് നല്ല വളഞ്ഞ് വന്നിട്ടുണ്ടെന്ന് നോക്കിയേ. അപ്പോൾ നമ്മളിങ്ങനെ ഡാട്ട് എടുത്തതിന് ശേഷം വെട്ടി, നമ്മൾ ഡാട്ട് എടുത്തതിന് ശേഷം കട്ടിങ് വെട്ടിയാൽ നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ വളച്ചെടുക്കാൻ പറ്റും. അതൊരു ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ ഈ കട്ടിങ് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോൾ ഇതിപ്പോൾ തച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ വളവ് കുറച്ച് കുറഞ്ഞ് വരും. ഇവിടെയും വളവ് വിട്ട് ഇവിടെയും വളവ് വിട്ട്, അപ്പം നടുക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശ്രദ്ധിക്കുക. ഇതിലിപ്പോൾ ഒരു പീസേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ലൈനിങ്ങിൽ നിന്ന് വെട്ടിയെടുക്കാം കട്ടിങ്. ഇതേപോലത്തെ 2 പീസ് ലൈനിങ്ങിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് ഒരു പീസ് കട്ടിയുള്ള പീസ് അകത്തിടാനായിട്ട് വെട്ടിയെടുക്കണം. അല്ലെങ്കിൽ ക്യാൻവാസ് വയ്ക്കുക, നിങ്ങളെ ഇഷ്ടം പോലെ. അത് കട്ടിയുള്ള തുണിയാണെങ്കിൽ അങ്ങനെ, തുണിയായിരിക്കും എപ്പോഴും നല്ലത്. ക്യാൻവാസ് ആകുമ്പോൾ ഒന്ന് നനച്ച് കഴിയുമ്പോൾ കൊണ്ടങ്ങ് ചുരുങ്ങും, പിന്നെ തേച്ചാലേ നൂരത്തുള്ളൂ. അപ്പോൾ ഒരുമാതിരി ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. പക്ഷേ നല്ല കട്ടിയുള്ള തുണിയാകുമ്പോൾ അതങ്ങനെ ഇരിക്കും, നനച്ചിട്ടാലും അങ്ങനെ കിടക്കും. അപ്പം നമുക്കിനി വേണ്ടത് ഇതിൽ നൽകണം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ബിറ്റ് വയ്ക്കാം. എൻ്റെ സൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞു പോകുന്നുണ്ട്, സൗണ്ടിൻ്റെ രീതിയൊക്കെ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക. നമുക്കിത് ഇവിടെ നമുക്കൊരു പട്ട വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഫ്രണ്ടിലെ ഹൂക്കിൻ്റെ പട്ട, അതായത് ഹൂക്ക് വയ്ക്കുന്ന പട്ട ഇതേ തുണി തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ അത് വൃത്തികേടാവും. ഇതേ തുണി തന്നെ വേണം. അപ്പം നമുക്കിത് അതിലൂടെ കിട്ടും. ഹൂക്ക് വയ്ക്കാനുള്ള പട്ട കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊന്നും നമുക്ക് വിഷയമല്ല, ബാക്കിയെല്ലാം ലൈനിങ് ഇട്ടെടുക്കാം. കാരണം ഇവിടെ ഹൂക്ക് വയ്ക്കുന്നിടത്തുള്ള പട്ട നമുക്ക് മറിച്ചടിക്കുകയാണ്, അതിന് വേറെ ലൈനിങ് എടുക്കാം. കഴുത്തിലേക്ക് വേറെ ലൈനിങ് എടുക്കാം. നമ്മൾ ബാക്കിലെ ഇടുപ്പിൽ ഒരു പട്ടിയുണ്ട്, അത് ലൈനിങ് എടുക്കാം. പിന്നെ വരുന്നത് നമുക്ക് കട്ടിങ്ങിൻ്റെ അടിയിൽ വയ്ക്കാൻ ലൈനിങ് എടുക്കാം. ഇതൊക്കെ നമുക്ക് ലൈനിങ് പീസോ അല്ലെങ്കിൽ ഇതുപോലത്തെ കളർ ഏതെങ്കിലുമൊക്കെ എടുക്കാം കേട്ടോ. ഇത് തികയാതെ വന്നാൽ, തികയുവാണെങ്കിൽ ഇത് തന്നെ ഇടുന്നതായിരിക്കും ഭംഗി. അപ്പം നമുക്കിതിൻ്റെ ഈ ബ്ലൗസിൻ്റെ ബിറ്റ് വയ്ക്കാം. ബ്ലൗസിൻ്റെ ബിറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടത് 4 പീസ് വേണം അല്ലേ, അതായത് 4 പീസ് കോണായിട്ട് വേണം. നമ്മൾ 4 പീസ് കോണ് പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. 4 പീസ് ഒരേപോലത്തെ കോണ് പീസ് കണ്ടല്ലോ. 4 പീസ് ഇതുപോലെ കോണായിട്ടാണ് വെട്ടി വെച്ചിരുന്നത്. അതായത് ഒരു സൈഡ് സ്ട്രെയിറ്റും ബാക്കി കോണും. അപ്പം നമുക്കിതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ, ഇവിടെ വെച്ച് അടിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ബോർഡർ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് പീസ് വരണടം ഇവിടെ വെച്ചിട്ട് നമ്മളിവിടെ വെച്ച് അടിച്ചിട്ട് ഇതിൻ്റെ കൈക്കൂടിയുടെ കണക്കിന് വെട്ടിക്കൊടുക്കുക. തയ്ച്ചതിന് ശേഷം വെട്ടുക, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറവ് വരും. അപ്പോൾ ഇവിടെ ഈ പീസ് ഇങ്ങനെ വെച്ച് തയ്ച്ചതിന് ശേഷം നമ്മൾ ആ കൈക്കുഴി റൗണ്ട് ചെയ്ത് വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഈ 4 പീസും കൂടെ നമുക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാമോ, നമ്മൾ മിസ്സാവാതിരിക്കാൻ 1 2 3 4 പീസ്, ഈ 4 പീസ് കൂടെ മിസ്സാവാതിരിക്കാൻ ഈ കൈക്കുഴിയുടെ അവിടെ തന്നെ ഒരു പിന്ന് കുത്തി ഇങ്ങനെ വെച്ചേക്കാം. തയ്ക്കാൻ നേരത്തെ എടുക്കാം. ഇത്രയേ ഉള്ളൂ ബ്ലൗസ് ക്രോസ് കട്ട്. ഓക്കെ, ഇത് ക്രോസ് കട്ടും സ്ട്രെയിറ്റ് കട്ടും എല്ലാം ഒരുപോലെ തന്നെയാണ്. ക്രോസ് കട്ടിൻ്റെ ഫ്രണ്ട് പീസ് മാത്രമേ മാറ്റമുള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. അപ്പം നിങ്ങൾ ഇനി കണ്ടില്ല എന്ന് പറയരുത്. ക്രോസ് കട്ടിൻ്റെ സ്ട്രെയിറ്റ് കട്ടിൻ്റെ സാധാ ബ്ലൗസ് ഞാൻ ഫ്രണ്ട് കട്ട് ചെയ്ത് തയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം പരാതി പോയല്ലോ, സഹകരിച്ചുകൂടെ ഇനി. ഓക്കെ, താങ്ക് യു.